ദിലീപ് പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, എത്രത്തോളം തീവ്രതയുള്ള ഒരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്? സ്ഫോടനത്തിന്റെ സ്വഭാവം എന്ത്? പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങൾ എന്തൊക്കെ? പ്രശാന്ത് വിഹാറിൽ പാർക്കോട് എടുത്ത PVRന്റെ ഒരു മതിലിനോട് ചേർന്നാണ് സ്ഫോടനമുണ്ടായത്. 11:25 കൂടിയാണ് ഇത്തരമൊരു സംഭവം നടന്നതെന്ന് പോലീസ് PCR ഫോൺ ലഭിക്കുന്നത്. ഉടനെ തന്നെ പോലീസ് സ്ഥലത്തുകയും സ്ഥലം പരിശോധിക്കുകയും സ്ഥലമൊക്കെ സുരക്ഷിതമാക്കി വെക്കുകയും ചെയ്തിട്ട് കോൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒരു വെളുത്ത പൊടിയാണ് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന ഒരു സമയത്ത് ഇത്തരമൊരു സ്ഫോടനം പ്രശാന്ത് വിഹാറിലുണ്ടായത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പരിക്കേറ്റോ എന്ന കാര്യം ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. ഏതായാലും സംഭവ സ്ഥലം മുഴുവൻ പോലീസും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വളഞ്ഞിരിക്കുകയാണ്. ഫോറൻസിക് സംഘവും അതേപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രാഥമിക സംഘവും അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രശാന്ത് വിഹാർ നേരത്തെ രോഹിണിയിൽ ഇതേപോലെ സ്ഫോടനമുണ്ടായിരുന്നു. എന്നാൽ ഇതേപോലെ തന്നെ മതിലോട് ചേർന്നുള്ള ഒരു സ്ഫോടനമാണ്. അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമെന്നാണ് ഡൽഹി പോലീസ് കമ്മീഷണർ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രധാനമായും പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഡൽഹിയിൽ ഇത്തരമൊരു സ്ഫോടനമുണ്ടായത് വളരെ സുരക്ഷാ പ്രശ്നമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവിധ ഏജൻസികൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിന് പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നേയുള്ളൂ. കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ പരിശോധനകൾക്കും ശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയുള്ളൂ. ഏതായാലും വെളുത്ത ഒരു പൊടി സംഭവ സ്ഥലത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് ദൃക്സാക്ഷികളെയും മറ്റും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരത്, ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് കെട്ടിടത്തിനകത്താണോ പുറത്താണോ, ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്താണോ, എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ഇപ്പോൾ? ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക സ്ഥലത്ത് നമുക്ക് ലഭിക്കുന്ന പാർക്കോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിൻ്റെ മതിലാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത് എന്നാണ്. ഈ പാർക്കിൽ സാധാരണയായി ജനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉച്ച സമയത്ത് ആയതുകൊണ്ട് ജനബാഹുല്യമില്ല എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ആർക്കെങ്കിലും പരിക്കേറ്റോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒന്നും വിട്ടു പറയുന്നില്ല. ഏതായാലും പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത് കൊണ്ടായിരിക്കാം പോലീസ് വളരെ കർക്കശമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ നമ്മൾ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും വലിയൊരു സ്ഫോടനമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. ആർക്കും പരിക്കേറ്റവർ ആംബുലൻസിൽ എത്തിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 12 മണിയോടെ 11:25 ഇത് സംബന്ധിച്ച ആദ്യ വിവരങ്ങൾ പോലീസിന് തന്നെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പോലീസ് ആ സ്ഥലം കോൺട്രോൾ ചെയ്യുകയും ഗതാഗതം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അഗ്നിശമന സേനയും എത്തി. അതിനുശേഷം ഫോറൻസിക് വിഭാഗം ഡൽഹി പോലീസിൻ്റെ എത്തിക്കഴിഞ്ഞു. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആദ്യത്തെ ഫസ്റ്റ് റെസ്പോൺസ് ടീം എത്തിക്കഴിഞ്ഞു. ഏതായാലും വളരെ ഗൗരവകരമായിട്ടാണ് ഇത്തരമൊരു സ്ഫോടനത്തെ കാണുന്നത്. ഡൽഹിയിൽ 1.5 മാസത്തിനിടക്ക് നടക്കുന്ന രണ്ടാമത്തെ സ്ഫോടനമാണ് ഇതെന്നും കൂടി നമുക്ക് പറയേണ്ടി വരും. ഖലിസ്ഥാൻവാദികളാണ് നേരത്തെ സ്ഫോടനത്തിനുണ്ടായെന്ന് സംശയിച്ചിരുന്നെങ്കിലും പിന്നീട് പോലീസ് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. എന്നാൽ അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുന്നത്. ശരത്, സ്ഫോടനം എന്ന് പറയുമ്പോൾ ബോംബ് സ്ഫോടനമാണോ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ബോംബ് സ്ഫോടനമാണോ ഉണ്ടായിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും പ്രാഥമികമായിട്ട് എക്സ്പ്ലോസീവ് ഉപയോഗിച്ചു എന്ന് തന്നെയാണ് കണ്ടെത്തൽ. കാരണം എക്സ്പ്ലോസീവിൻ്റെ അവശിഷ്ടങ്ങൾ വെളുത്ത പൊടി അവിടെ വിതറിക്കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായിട്ടും ഇത് ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് നിയന്ത്രിതമായ സ്ഫോടനമാണോ, അല്ലെങ്കിൽ നാടൻ ബോംബുകൾ പോലുള്ള സ്ഫോടനമാണോ, അല്ലെങ്കിൽ RDS ഉപയോഗിച്ചുള്ള സ്ഫോടനമാണോ എന്നീ കാര്യങ്ങളൊക്കെ വിശദമായ ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോൾ സംഭവ സ്ഥലത്തുനിന്ന് വെളുത്ത കുറച്ച് പൊടികൾ, ചിതറിക്കിടക്കുന്ന പൊടികളുടെ സാമ്പിളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് പരിശോധിച്ചാൽ മാത്രമേ ഏതുതരമാണ് സ്ഫോടനത്തിൽ ഉപയോഗിച്ച എക്സ്പ്ലോസീവ്, അതായത് സ്ഫോടക വസ്തുക്കൾ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഏതായാലും നിയന്ത്രിതമായ ഒരു സ്ഫോടനം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയൊരു തരത്തിലുള്ള ഒരു ആഘാതം ഈ സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല. ഒന്നാമത് തുറന്ന പ്രദേശത്താണ്, അടുത്ത മതിലിനോട് ചേർന്നാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരമൊരു വലിയൊരു ആഘാതം ഈ സ്ഫോടനം സംബന്ധിച്ച് ഇല്ലാത്തത്.
എത്താത്തത് എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഏതായാലും വിശദ വിവരങ്ങൾ പോലീസ് ഇതുവരെ നമുക്ക് നൽകിയിട്ടില്ല. ഏതായാലും നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കുമ്പോൾ വിശദമായ വിവരങ്ങൾ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഡൽഹിയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. ദില്ലി പ്രശാന്ത് വിഹാറിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. PVR സിനിമാ തിയേറ്ററിന് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. പോലീസും ഫോറൻസിക്കും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയം ഈ പ്രശാന്ത് വിഹാറിൽ സ്ഫോടനമുണ്ടായത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണിപ്പോൾ ലഭ്യമാകുന്നത്. ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും വെളുത്ത പൊടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റു വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, നാശനഷ്ടമുണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.